യുവനടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന പരാതിയിൽ അറസ്റ്റിലായ സംവിധായകൻ രഞ്ജിത്തിനെ ആരോഗ്യപ്രശ്നത്തെ തുടർന്ന് ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അറസ്റ്റ് നടപടികൾക്ക് മുന്നോടിയായി നടത്തിയ വൈദ്യപരിശോധനയ്ക്കിടയിലാണ് രഞ്ജിത്തിന് ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടത്. പരിശോധനയിൽ ഇദ്ദേഹത്തിന് രക്തസമ്മർദ്ദം ഉയർന്നതായും ECGയിൽ വ്യതിയാനമുള്ളതായും കണ്ടെത്തി. രഞ്ജിത്തിനെ രാത്രിയോടെ കൊച്ചിയിലെത്തിച്ചിരുന്നു. രഞ്ജിത്തിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച വിവരം അറിഞ്ഞ സിനിമാ മേഖലയിലെ സുഹൃത്തുക്കളായ സംവിധായകൻ സോഹൻ സീനുലാൽ, പ്രൊഡക്ഷൻ കൺട്രോളർ NM ബാദുഷ എന്നിവർ സ്ഥലത്തെത്തി. വിദഗ്ധ പരിശോധനകൾക്ക് ശേഷം മാത്രമേ വിട്ടയക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കൂ. ഉദയംപേരൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടന്ന ഷൂട്ടിങ്ങിനിടയിലാണ് കേസിനാസ്പദമായ സംഭവം. തന്റെ പുതിയ സിനിമയുടെ ലൊക്കേഷനിൽ കാരവാനിനുള്ളിൽ വെച്ച് രഞ്ജിത്ത് തന്നെ കയറിപ്പിടിച്ചുവെന്നാണ് പെൺകുട്ടിയുടെ മൊഴി. ഞെട്ടിക്കുന്ന കാര്യം മറ്റൊന്നായിരുന്നു. കാരവാനിൽ ക്രൂരത നടക്കുമ്പോൾ മറ്റാരും അകത്തേക്ക് വരാതിരിക്കാൻ മറ്റൊരു യുവതിയെ പുറത്ത് കാവൽ നിർത്തിയായിരുന്നു രഞ്ജിത്ത് കാരവാനിനുള്ളിലേക്ക് കയറിയത്. ഈ യുവതിയും കേസിൽ പ്രതിയാണ്. സംഭവത്തിന് പിന്നാലെ പെൺകുട്ടി ബഹളം വയ്ക്കുകയും ഉടൻ തന്നെ DGPക്ക് പരാതി നൽകുകയും ചെയ്തു. പരാതി കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൈമാറിയതോടെ ഗൗരവ സ്വഭാവം കണക്കിലെടുത്ത് കമ്മീഷണർ ഉടൻ തന്നെ ഒരു പ്രത്യേക സ്ക്വാഡിനെ അന്വേഷണത്തിനായി നിയോഗിച്ചു. കഴിഞ്ഞ മാസം 28-നാണ് കേസിൽ FIR രജിസ്റ്റർ ചെയ്തത്. ഇതിന് പിന്നാലെ പെൺകുട്ടിയുടെ രഹസ്യമൊഴിയും പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. പോലീസ് തനിക്കായി വല വിരിച്ചുവെന്ന് സൂചന കിട്ടിയ രഞ്ജിത്ത് സിനിമാ ശൈലിയിലാണ് രക്ഷപ്പെടാൻ ശ്രമിച്ചത്. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനും സുഹൃത്തും ജോജു ജോർജിന്റെ പണി സിനിമയിലെ നടനുമായ വ്യക്തിയുടെ ഇന്നോവ ഹൈക്രോസ് കാറിലായിരുന്നു രഞ്ജിത്തിന്റെ പലായനം. എന്നാൽ പോലീസ് സംഘം മൊബൈൽ ടവർ ലൊക്കേഷൻ പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. രഞ്ജിത്തിനെ തൊടുപുഴയിൽ വെച്ചാണ് അറസ്റ്റ് ചെയ്തത്. പിന്നീട് അറസ്റ്റ് നടപടികൾ സ്പെഷ്യൽ സ്ക്വാഡ് പൂർത്തിയാക്കി. മാനഭംഗം, ലൈംഗിക അതിക്രമം, ലൈംഗിക ആംഗ്യങ്ങൾ കാണിച്ചു തുടങ്ങിയ കുറ്റങ്ങൾ ഇതിലുൾപ്പെടുന്നു. അതിക്രമത്തെ തുടർന്ന് വലിയ മാനസികാഘാതം അനുഭവിച്ച നടി കൗൺസിലിംഗിന് ശേഷമാണ് പരാതിയുമായി മുന്നോട്ട് വന്നത്. നടിയുടെ രഹസ്യമൊഴിയിൽ കഴമ്പുണ്ടെന്ന് ബോധ്യപ്പെട്ടതോടെയാണ് പോലീസ് അറസ്റ്റ് നടപടികളിലേക്ക് നീങ്ങിയത്. അതേസമയം നേരത്തെ ബംഗാളി നടി നൽകിയ ലൈംഗിക അതിക്രമ പരാതിയിൽ രഞ്ജിത്തിനെതിരെയുള്ള കേസ് ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. എറണാകുളം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നടന്നുവന്ന നടപടികളായിരുന്നു അന്ന് കോടതി അസാധുവാക്കിയത്. 2009-ൽ നടന്നുവെന്ന് പറയപ്പെടുന്ന സംഭവത്തിൽ 15 വർഷത്തിന് ശേഷം 2024-ലായിരുന്നു നടി പരാതി നൽകിയത്. ഇത്രയും ദീർഘമായ കാലതാമസം കണക്കിലെടുത്താണ് കോടതി നടപടികൾ റദ്ദാക്കിയത്. സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന കുറ്റത്തിന് അന്നത്തെ നിയമപ്രകാരം പരമാവധി 2 വർഷം ശിക്ഷ ലഭിക്കേണ്ടതായിരുന്നു. ഇത്തരം കേസുകളിൽ നിയമ നടപടി സ്വീകരിക്കുന്നതിന് നിശ്ചിത സമയപരിധിയുണ്ടെന്നും കോടതി ചൂണ്ടിക്കാണിച്ചിരുന്നു.